കാസർഗോഡ് ബേടകത്തിറങ്ങിയ പുലി കൂട്ടിൽ കുടുങ്ങി. വനംവകുപ്പ് കൊളത്തൂരിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഷഫീഖ് നസറുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, ഈ പുലി കൂട്ടിൽ കുടുങ്ങിയത് നാട്ടുകാരെ, പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇനി വനപാലകരുടെ അടുത്ത നീക്കം എന്താ? വനം വകുപ്പ് കൊളത്തൂർ നെടുവോട്ട് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. അല്പസമയം മുൻപാണ് കൂട്ടിൽ പുലി കുടുങ്ങിയ നിലയിൽ നാട്ടുകാർ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. കൂട്ടിൽ സുരക്ഷിതമാണ് പുലി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടിൽ നിന്ന് സുരക്ഷിതമായി ഇത് മറ്റു കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിയാണ് ഇനി ഉണ്ടാവേണ്ടത്. അതിന് ഏറ്റവും സുരക്ഷിതമായ ഒരു വാഹനം എത്തിക്കേണ്ടതുണ്ട്. ആ നടപടി രാത്രിയോട് കൂടി തന്നെ പൂർത്തിയാക്കും എന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് 2 ആഴ്ച മുൻപ് ഒരു ഗുഹയിൽ പുലി കുടുങ്ങിയിരുന്നു. ആ ഗുഹയുടെ മുൻഭാഗം കല്ല് വെച്ച് അടച്ച് പുലർച്ചെയോടെ മയക്കുവെടി വെച്ച് പിടിക്കാനായിരുന്നു വനം വകുപ്പ് തീരുമാനിച്ചിരുന്നത്. മയക്കുവെടി വെക്കുന്ന സമയത്ത് ഈ പുലി അന്ന് 2 ആഴ്ച മുൻപ് രക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷം പ്രദേശമാകെ ഭീതിയിലായിരുന്നു. പല സ്ഥലത്തും പുലിയെ കണ്ടതായി ഉള്ള സ്ഥിരീകരണം. പട്ടികളെയും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെയും കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ഭാഗങ്ങളിലും പുലിയുടെ സാന്നിധ്യമുള്ളതായി മനസ്സിലാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വനം വകുപ്പ് സ്ഥാപിച്ച ഗുഹയിൽ കൂട്ടിൽ ഈ പുലി കുടുങ്ങിയത്. പുലി സുരക്ഷിതമാണ്, അതിനകത്ത് സുരക്ഷിതമായിട്ടാണുള്ളത്. അതിനെ വളരെ സുരക്ഷിതമായി മറ്റ് വാഹനത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇനി നടത്തുക. രാത്രിയോടുകൂടി ഉണ്ടാവും എന്ന് വനം അറിയിച്ചിട്ടുണ്ട്. വലിയ ആശങ്ക, 2 ആഴ്ചയായി ഈ പ്രദേശത്തുണ്ടായിരുന്ന വലിയ ആശങ്കയാണ് ഈ പുലി ഈ കൂട്ടിൽ കുടുങ്ങിയത് കൂടി ഒഴിയുന്നത്. പ്രദേശത്തുള്ള ആളുകൾ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നിരവധി സ്കൂളുകളൊക്കെയുള്ള പ്രദേശത്താണ് ഈ പുലി വന്ന് ഈ ഗുഹയിൽ കുടുങ്ങി അവിടെ നിന്ന് മയക്കുവെടി വെക്കുന്നതിനിടെ 2 ആഴ്ച മുൻപ് രക്ഷപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ പുലി തന്നെയാണോ ഇവിടെ കൂട്ടിൽ കുടുങ്ങിയത് എന്ന് സ്ഥിരീകരിക്കുന്നത്. പ്രദേശത്ത് ഏതായാലും ബേടകത്ത് 2 ആഴ്ചയോളമായി നാടിന്റെ ഉറക്കം കെടുത്തിയ, പരിഭ്രാന്തി പരത്തിയ പുലിയാണ് കൂട്ടിൽ കുടുങ്ങിയത്. വിശദാംശങ്ങൾ നൽകിയത് ഷഫീഖ് നസറുള്ള.